ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. യേശുനാഥനെ കൊണ്ട് ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ കയറി മറുകരയ്ക്ക് പോവുകയാണ്. അപ്പം വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവരോട് കൂടെ മറ്റു വള്ളങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. അതായത് യേശുനാഥനും ശിഷ്യന്മാരും ഒരു വള്ളത്തിൽ പോകുന്നു, വേറെ മറ്റു വള്ളങ്ങളിൽ വേറെ കുറേ മനുഷ്യർ ഇവരെ അനുഗമിച്ചിരുന്നു. അപ്പം ഇവരെല്ലാം ഈ കടലിലൂടെ പോകുമ്പോഴാണ് കടലിൽ ശക്തമായ കാറ്റും കോളും ഉണ്ടായി അവരെല്ലാം അപായത്തിൽ പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മുമ്പിൽ കാണിക്കുന്നത് ശിഷ്യന്മാരുടെ വള്ളവും യേശുവിനെയും കുറിച്ചാണ്, യേശു ഉള്ള വള്ളത്തെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ആയിരിക്കുന്ന ശിഷ്യന്മാർ അലറി നിലവിളിക്കുകയാണ്, ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന്, അതാ ഞങ്ങളെ രക്ഷിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ അവരുടെ ആ പ്രാർത്ഥനയിൽ യേശുനാഥൻ എഴുന്നേൽക്കുകയും അവരുടെ അവിശ്വാസത്തെ ഓർത്ത് യേശുനാഥൻ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരെ ശാന്തമാക്കി, കാറ്റും കടലും ശാന്തമാക്കി അവരെ രക്ഷിക്കുന്ന യേശുനാഥനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ ആ വള്ളത്തിൽ യേശുനാഥനും ഉണ്ട്. പക്ഷേ യേശുനാഥനെ ആ പ്രശ്നം ബാധിക്കുന്നില്ല. കാരണം യേശുനാഥൻ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിരുന്നത് പിതാവായ ദൈവത്തിൻ്റെ ആ കൃപയിലാണ്, പിതാവായ ദൈവത്തിൻ്റെ ആ പരിപാലനയിലാണ്. യേശുനാഥൻ ദൈവമാണെങ്കിൽ പോലും ഒരു മനുഷ്യനെന്ന നിലയിൽ അവിടെ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു വെളിച്ചം അതാണ്, ദൈവത്തിൽ ആശ്രയിക്കുക. പക്ഷേ ശിഷ്യന്മാർക്ക് യേശുനാഥൻ ദൈവമാണെന്നറിയാം, അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പൂർണ്ണമായ വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ നിലവിളിക്കുന്നതും അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ഇവർ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അവിടെ മറ്റു വള്ളങ്ങളും ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ആ വള്ളങ്ങളിലുള്ള മനുഷ്യർക്കും ഈ കാറ്റും കോളും ഉണ്ടായെങ്കിലും ഈ ശിഷ്യന്മാരുടെ പ്രാർത്ഥന വഴി അവരെ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ വചനം നമുക്ക് നൽകുന്ന ഒരു സൂചന ഇതാണ്: നമ്മുടെ പ്രാർത്ഥനകൾ മറ്റു മനുഷ്യർക്കും അനുഗ്രഹമായി മാറും, അവരുടെ ജീവിതത്തിലെയും പ്രതിസന്ധികൾക്ക് അത് വലിയൊരു പരിഹാരമായി മാറും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മളെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്. വിശുദ്ധ ജോൺ ബോസ്കോയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ജോൺ ബോസ്കോ ജീവിതത്തിൽ ചെറുപ്പത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ബാല്യമായിരുന്നു. അപ്പൻ നേരത്തെ മരിച്ചുപോയി, ഒരു ജ്യേഷ്ഠൻ അത്രയധികം സ്നേഹം ജോൺ ബോസ്കോയോട് കാണിക്കുന്നില്ല. അമ്മയുടെ അതിയായ സ്നേഹം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെങ്കിലും ബാല്യകാലത്തിൽ ഒത്തിരിയേറെ കഷ്ടതകൾ ഈ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ കഷ്ടതകളൊക്കെ ഈ മനുഷ്യനെ രൂപപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഈശോയിൽ നിന്ന് അനുഗ്രഹം കിട്ടിയപ്പോൾ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയപ്പോൾ ആ പ്രാർത്ഥന ജോൺ ബോസ്കോയുടെ ജീവിതത്തെ മാത്രമല്ല അനുഗ്രഹിച്ചത്, അവിടെ ഉണ്ടായിരുന്ന യുവജനങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അത് മാറ്റിമറിക്കുന്നുണ്ട്. ജോൺ ബോസ്കോയിലൂടെ ആ യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി അനുഗ്രഹം കിട്ടിയതായിട്ടും അവരുടെ ജീവിതം തന്നെ മറിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജോൺ ബോസ്കോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പോലും വിശുദ്ധ പദവിയിലേക്ക് പിന്നീട് ഉയർത്തപ്പെടുന്നുണ്ട്, വിശുദ്ധ ഡൊമിനിക് സാവിയോ. അപ്പം എൻ്റെ പ്രാർത്ഥനകളുടെ ഉത്തരം എനിക്ക് മാത്രമല്ല, എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ പ്രാർത്ഥനകൾ, ഞാൻ ഏൽക്കുന്ന സഹനങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറാനുള്ള കൃപ തരണം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.